നമസ്കാരം, ഞാൻ നിങ്ങളുടെ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാഹനം എങ്ങനെ എടുത്ത് കൃത്യമായിട്ടൊരു വാഹനം റിവേഴ്സ് എടുക്കാം എന്നതിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതിനായിട്ട് ഒരു വാഹനം നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പലരും ഒരു വാഹനം ഓടിക്കുന്ന ആൾക്കും ഒരു വാഹനം എങ്ങനെ റിവേഴ്സ് എടുക്കണം എന്നതിനെപ്പറ്റി ഇപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു വാഹനം എങ്ങനെ റിവേഴ്സ് അടിപൊളിയായിട്ട് എങ്ങനെ കൃത്യമായിട്ട് ഒരു വാഹനം റിവേഴ്സ് എടുക്കാം, ഭയം കൂടാതെ എങ്ങനെ ഒരു വാഹനം എടുക്കാമെന്നെ പറ്റി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നമുക്കൊരു കമൻറ്റ് ബോക്സ് ഉണ്ട്. ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ എങ്ങനെ ഒരു വാഹനം റിവേഴ്സ് എടുക്കാം എന്നതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാം. അതിനായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക. ഞാനൊരു വാഹനം ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നു. നമുക്ക് എപ്പോഴും ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരു ലക്ഷ്യം വേണം. നമ്മളൊരു റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ലക്ഷ്യം വേണം. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ എവിടെ കിടന്നാലും നമുക്കൊരു പുറമോട്ട് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം നമുക്ക് ഗ്ലാസ്സിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഞാനിപ്പോൾ പുറമോട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് ഗേറ്റ് കാണാം. നമ്മുടെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ ഗേറ്റാണ്. ആ ഗേറ്റാണ് നമ്മുടെ ലക്ഷ്യം. റൈറ്റ് സൈഡിലെ അല്ല, ലെഫ്റ്റ് സൈഡിലെ ഗേറ്റാണ്. നമ്മളപ്പോൾ ഈ ഗ്ലാസ്സിലായിരിക്കണം ഇത് കൊണ്ടുവരേണ്ടത്. നമുക്കപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ ആ സാധനം ആ ഒരു ഗേറ്റ് കിട്ടണം. അതിനായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ വാഹനത്തിലേക്ക് കയറുകയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ വാഹനത്തിൽ കയറിയിട്ട് ഞാൻ ആദ്യം ബ്രേക്ക് ചവിട്ടി സീറ്റൊക്കെ റെഡിയാക്കി. നമുക്ക് സീറ്റെല്ലാം ക്ലിയർ ആക്കിയിരിക്കണം. ക്ലിയർ ആയതിനു ശേഷം നമുക്ക് ഈ 2 മിററാണ് മെയിനായിട്ട്. 2 മിറർ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് കാണാം. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് നോക്കിക്കോണം. നമുക്ക് ആ മിററിൽ ആ സാധനം കൊണ്ടുവരണം. നമുക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ വേണം നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ മിററൊക്കെ വരാൻ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിയും കുത്തിയൊന്നും നോക്കാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് മിറർ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ അത് മിറർ ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് പുറകിലത്തെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോഡിയും കാണണം, വണ്ടിയുടെ ബോഡിയും കാണണം, പുറകിലത്തെ റിവ്യൂവും കാണണം. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ ആ വണ്ടിയുടെ ബോഡി കാണാതെ ഒരിക്കലും നമ്മൾ ഈ മാറ്റി വെക്കാൻ പാടില്ല. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പുറകിലോട്ട് കാണാത്ത രീതിയിലൊന്നും കൊണ്ട് വെക്കരുത്. നമുക്കപ്പം അത് കാണുന്ന രീതിയിലായിരിക്കണം നമുക്ക് വെക്കേണ്ടത്. നമുക്ക് കാണേണ്ട രീതി വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ പുറത്തെ റിവ്യൂ കാണാം, നമുക്ക് ആ സാധനം കാണാം. അപ്പോൾ ആ ഒരു രീതി നമുക്ക് ആ ഗേറ്റ് കാണത്തക്ക പോലെ ബോഡിയോട് ചേർന്ന് വേണം റിവ്യൂ വെക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ സാധനം നമുക്ക് അടുത്ത് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ കിടക്കണ വണ്ടി. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാനിപ്പോൾ ആ വണ്ടി വേണമെങ്കിൽ പുറത്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ആ ഒരു ഗ്യാപ്പ് ആ ഒരു ഗേറ്റും ഈ ഒരു വണ്ടിയുടെ സൈഡും കൊണ്ട് നോക്കിയാൽ ഇത്രയും ഗ്യാപ്പുണ്ട്. ഈ ഒരു ഗ്യാപ്പാണ്. നിങ്ങൾക്ക് കാണാം, അത് കണ്ടോ, ഈ ഒരു ഗ്യാപ്പാണ്. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് തന്നെയാണ് നമുക്ക് വണ്ടിക്കകത്തും ഉള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വാഹനത്തിൽ കയറി നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ റിവേഴ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഏറ്റവും പവറുള്ള ഗിയറാണ് ഈ റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞാൽ. മറ്റുള്ള ഗിയറിനെ അപേക്ഷിച്ച് ഏറ്റവും പവറുള്ള ഗിയറാണ്. കാരണം മറ്റെല്ലാ വണ്ടിക്കും 6 വീലിന് മേപ്പോട്ടുള്ള വണ്ടിക്ക് 2 ഫസ്റ്റ് ഗിയറുണ്ട്. ആ വാഹനത്തിന് പോലും റിവേഴ്സ് ഗിയർ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും പവറുള്ള ഗിയറാണ് ഈ റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ആ റിവേഴ്സ് ഗിയർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഫസ്റ്റേന്ന് കാലെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ റിവേഴ്സ് ഗിയറിൽ എടുക്കേണ്ടത് അതുപോലെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് എങ്ങനെയാണോ ക്ലച്ചേന്ന് കാലെടുക്കേണ്ടത് അതേപോലെ വേണം റിവേഴ്സ് ഗിയറിലും എടുക്കാൻ. അപ്പോൾ എന്നെ ഈ തയ്ക്കുന്ന ആൾക്കാരൊക്കെ കുറേ പേരിരുന്ന് ഈ വീഡിയോ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകത്തക്ക ഇത് ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മളെ ഷർട്ടിൻ്റെ സൈഡൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കാലിൻ്റെ സ്പീഡ് കൂട്ടി കൈയുടെ സ്പീഡ് ഒരേ രീതിയിൽ കൊണ്ടുപോകും. ആ കാലിൻ്റെ സ്പീഡ് അനുസരിച്ച് കൊണ്ടുപോകും. അതേസമയം നമ്മൾ ആ ബ്ലൗസിൻ്റെ കൈയുടെ സൈഡ് അടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ പതുക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ സ്ലോ ചെയ്തുകൊണ്ട് നമ്മൾ ചവിട്ടുന്നതിൻ്റെ സ്ലോ ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെറുക ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ക്ലച്ചേന്ന് മെല്ലെ എടുത്ത് വിടാം. കാരണം നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ക്ലച്ചേന്ന് പതുക്കെ എടുത്ത് കാലങ്ങ് മാറ്റുകയാണ്.
പക്ഷെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മളെ സ്ട്രെയിറ്റ് ആണെങ്കിൽ മാത്രം, നമ്മളെ ഉടുപ്പിന്റെ കൈ അടിക്കുന്ന കാര്യം പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് അങ്ങ് മാറ്റി നമുക്ക് പുറമോട്ട് പോകാം. അതേസമയം നമ്മൾ പതുക്കെ കൈ അടിക്കുന്ന, ബ്ലൗസിന്റെ കൈ അടിക്കുന്ന പോലെ നമുക്ക് വളവോ ചെറിയ ഒരു ഗ്യാപ്പോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ അതായത് ഒരു 70% ഇതിൽ മാത്രമേ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവൂ റിവേഴ്സ് എടുക്കുന്ന സമയത്ത്. നല്ല പവർ ആയതുകൊണ്ടാണ്. കാരണം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീഡായിട്ട് തോന്നും. ഒരു 70% മാത്രം ക്ലച്ചിൽ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ ക്ലച്ചിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, നേരെ താത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ എടുത്തു വിടുക, ക്ലച്ചിൽ നിന്ന് എടുക്കുക, അതുപോലെ തന്നെ ക്ലച്ച് താത്ത് കൊടുക്കുക. ഇങ്ങനെ വേണം പോകാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കൺട്രോളിൽ നമുക്ക് വണ്ടി കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ, നമുക്ക് ആ ഒരു സ്പീഡിൽ നമുക്ക് സ്റ്റിയറിംഗും കിട്ടത്തുള്ളൂ. ആദ്യം ഒരു തുടക്കക്കാരാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടത്തുള്ളൂ, ആ പതുക്കെ കൊണ്ടുപോയി എടുക്കാനുള്ള സ്റ്റിയറിംഗ്. കാരണം അത്രയും സ്പീഡിൽ പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കണ്ണും നമ്മുടെ കൈയും എല്ലാം ഒരേപോലെ പ്രവർത്തിക്കണം. അപ്പം നമ്മുടെ കൈയും കണ്ണും ഒരേപോലെ വരാത്തതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ആ പതുക്കെ ആ ക്ലച്ചിൽ നിന്ന് പതുക്കെ എടുത്ത് വിട്ടാൽ നമുക്ക് ആ ഒരു പോയിന്റ് ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. ഞാനപ്പോൾ അതൊന്നെടുത്ത് നിങ്ങളെ ഒന്നെടുത്ത് കാണിക്കും കൂടെ ചെയ്യാം വാഹനം. അപ്പോൾ അതിനായിട്ട് ഞാൻ വാഹനം എടുക്കുന്നു. അപ്പോൾ ഞാൻ വാഹനം അങ്ങോട്ട് എടുത്തു. ഞാൻ ഒരു ഗ്യാപ്പിൽ തന്നെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ആ ലൈനിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ആ ലൈനിൽ തന്നെയാണ് നമുക്കപ്പം. ഞാൻ സ്റ്റിയറിംഗ് നോക്കിയേ, നിങ്ങൾ സ്റ്റിയറിംഗ് നോക്കി. അതാണ് ആ ഒരു ഗ്യാപ്പിന് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ മാത്രമേ പിടിക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിന് ഇങ്ങനെ മാത്രമേ പിടിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്യാപ്പ്, അതാണ് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് നോക്കി സ്റ്റിയറിംഗ് നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ അത്രയും സ്റ്റിയറിംഗിലും പിടിക്കണം. നമുക്ക് ഗ്യാപ്പ് എത്ര ഉണ്ടോ അത്രയും മാത്രമേ നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കാവൂ. ഇപ്പം നമുക്ക് വീണ്ടും ഞാൻ എടുത്ത് കാണിക്കാം. ഒരു സ്കെയിൽ രീതിയിലാണ് ഇപ്പോഴേ അല്ലേ നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡുമായിട്ട് ചേർന്ന് പോകുന്നത് കണ്ടോ. ആ ഒരു ലൈനിൽ തന്നെ പോകുമ്പോൾ നമുക്ക് ആ സ്കെയിൽ രീതി തന്നെ സ്റ്റിയറിംഗ് അതേപോലെ പിടിച്ചാൽ മതി. ആ ലൈനിൽ കൂടെ തന്നെ പോകും. ഇപ്പം ഇങ്ങനെ ആട്ടോ. ഇപ്പം നിങ്ങൾ നോക്കിയേ, ആ ഒരു ഇത് കാണുന്നില്ല ഇപ്പം. നോക്കിയേ, നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഇത്രയും അകന്നാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ആ ഗേറ്റും ഈ വണ്ടി കണ്ട് ഇത്ര അകലിച്ചുണ്ട് കണ്ടോ. ഇത്ര അകലിച്ചുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ വാഹനം നമ്മളെ സ്റ്റിയറിംഗിലും നമ്മളെ ഇവിടുന്ന് നമ്മൾ തുടങ്ങി ആ ഒരു ഗ്യാപ്പ് അത്രയും കൊണ്ടുവരിക. അത്രയും കൊണ്ടുവരിക. ഇപ്പോൾ ആ ഒരു അത്രയും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം പുറമോട്ടെടുത്ത് ഇപ്പം കിടക്കുന്ന വീലിനനുസരിച്ച് ആ വീൽ അത്രയും കറങ്ങി പുറകിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ പിടിക്കുന്നത് നമ്മൾക്ക് അവിടെ വരത്തുള്ളൂ. അല്ല നമ്മളിപ്പോൾ ഇത്രയും സ്റ്റിയറിംഗ് പിടിച്ചു എടുക്കുമ്പോൾ തന്നെ അങ്ങനെ കയറി വരികയാണ്. നമ്മളിപ്പോൾ അത്രയും പിടിച്ചു. ഇപ്പോൾ ഈ വാഹനം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ആ വീല് കിടക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം. ആ വീൽ ഉരുണ്ട് തിരിച്ച് ആ ഇരിക്കുന്ന പൊസിഷൻ്റെ അവിടെ തന്നെ വരുമ്പോഴേ നമ്മൾ ആ പിടിക്കുന്നത് വരത്തുള്ളൂ. അത് കണ്ടോ, ഞാനിപ്പോൾ ഉരുളാൻ തുടങ്ങി, ഞാൻ അത്രയും കയറി വന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്തു, ആ സാധനം കണ്ടു. ആ സാധനം കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് അത്രയും ഗ്യാപ്പ് മതി എന്ന് കണ്ടാൽ നമ്മൾ ആ പിടിച്ചെടുത്ത് വന്ന് അത്രയും നമ്മൾ തിരിച്ചു പിടിക്കണം. ആ സ്റ്റിയറിംഗ് നോക്കിയേ, അത്രയും നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഈ കിടക്കുന്നിടത്ത് തന്നെ നമ്മൾ ആ തിരിഞ്ഞ് വരത്തില്ല, കയറി ചെല്ലുന്നതിനനുസരിച്ച് നമുക്ക് ആ ലെവലിന് കയറി ചെല്ലത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ പുറമോട്ട് ഞാൻ എടുക്കുകയാണ്. നമ്മളെ കയറി വരുന്നതിനനുസരിച്ച് നമ്മളെ പിടിച്ചതിൻ്റെ അത്രയും ലെവലിന് തന്നെ വണ്ടി വന്ന് നിന്നു. നമ്മൾ എത്രയും സ്റ്റിയറിങ് ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ എത്രയും പിടിച്ചു ഇങ്ങോട്ട് പിടിച്ചോ, ഇത്രയും പിടിച്ചെങ്കിൽ അത്രയും തന്നെ തിരിച്ചു പിടിച്ചാലേ വണ്ടി നേരെ ആവുള്ളൂ. നമുക്ക് ആ എത്രയും ഗ്യാപ്പുണ്ട്, നമുക്കൊരു ലക്ഷ്യം വേണം പുറമോട്ട് പോകുമ്പോൾ. ആ ലക്ഷ്യത്തിനനുസരിച്ച് നമുക്ക് ആ ഗ്ലാസ്സിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. ആ ഒരു ഗ്യാപ്പിൽ മാത്രം നിർത്തിയാൽ മതി. എന്നാൽ നമുക്ക് അധികം ഒന്നും പിടിക്കണ്ട. ഇതിൽ കൂടുതലൊന്നും ഉള്ള ഗ്യാപ്പ് എന്തായാലും ആ ഗ്ലാസ്സിനില്ല. ഉണ്ടോ? ഇതിൽ കൂടുതലുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല. ഇപ്പം എൻ്റെ ആ ഗ്ലാസിൻ്റെ ഇങ്ങേ അറ്റത്ത് മുതൽ അങ്ങേ അറ്റം വരെയും കാണാം. കണ്ടോ, ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, സ്റ്റിയറിംഗ് നോക്കിയേ, ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ. എത്രയാണെന്ന് പറഞ്ഞാൽ ആ ഗ്ലാസിനുള്ളിലുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും പുറമോട്ട് പോകുമ്പോൾ നമുക്ക് ആ ലക്ഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിനനുസരിച്ച് ഇതിൽ കൂടുതലൊന്നും പിടിക്കണ്ട. നിങ്ങൾക്കൊരു എന്തെങ്കിലും നിങ്ങൾ വണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം നമ്മളിപ്പം ആ ഒരു വീല് വളഞ്ഞു കിടക്കുന്ന വീലിനെ നമ്മളങ്ങ് നൂറുകയാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കൂട്ടിക്കും, ഈ നൂറത്തെ വീല് ഇവിടെ വരുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ ആ പിടിച്ചത് വരത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ പിടിക്കുന്നിടത്തു നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 1 മീറ്റർ കഴിയുമ്പോഴേ, ഞാനൊരു 2.5 മീറ്റർ അടയാളം വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വളഞ്ഞിരിക്കുന്ന വീലിനെ, റൗണ്ടിൽ ഇരിക്കുന്ന ഒരു വീലിനെ ഞാൻ അങ്ങ് നൂറുകയാണ്. അപ്പോൾ ഒരു അടയാളം വെച്ചാണ്, ഒരു 2.5 മീറ്റർ അടയാളം വെച്ചാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് തുടങ്ങിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്ത് ചെയ്യും, ഈ പിടിച്ച നമ്മൾക്ക് ഇപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോഴേ വരുവുള്ളൂ അത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 1 മീറ്റർ കഴിയുമ്പോഴേ നിങ്ങളെ ഒന്നുകൂടെയും പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വരുമ്പോഴത്തേന് ഓവറായി പോകും. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ ആ ഒരു വീല് കറക്കി വിട്ട് ആ വീലിൽ നിന്ന് കറങ്ങി വരട്ടെ. വന്നതിന് ശേഷം ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വരുമ്പോഴത്തേന് കറക്റ്റ് ആകും. അല്ല നിങ്ങൾ നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേന് നിങ്ങൾ തിരിക്കുമ്പോഴാണ്
എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുമ്പോഴത്തേന് ഓവറായി പോകുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഒരു ടേണിങ്ങിന്, അതായത് ഒരു എങ്ങനെ എടുക്കാം, നിങ്ങൾ റിവേഴ്സ് എടുക്കാം എന്നതിനെ പറ്റി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ റിവേഴ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ റിവേഴ്സ് എടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എവിടെയാണ് നമ്മൾ റിവേഴ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ചേർത്താണ് ഈ റിവേഴ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് സൈഡാണോ ചേർത്തെടുക്കുന്നത് ആ ഗ്ലാസ്സിൽ മാത്രം നോക്കിയാൽ മതി. നമ്മൾ 2 ഗ്ലാസും ക്ലിയർ ചെയ്യുക. നമ്മൾ ഏത് സൈഡിലോട്ടാണ് പോകുന്നത് ആ സൈഡിലെ ഗ്ലാസ് മാത്രം സ്കെയിൽ രീതി വരിക. കാരണം അവിടെ ഗ്യാപ്പ് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പുറത്തെ സൈഡ് നമുക്ക് നോക്കേണ്ടി വരുന്നത്. നമുക്ക് ഇത്രയും വീതിയുണ്ട്, ഇപ്പോൾ ഇത്രയും വീതിയുണ്ട് ഈ റോഡിന് വീതി ആകുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ സ്കെയിൽ രീതിയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്കെയിൽ രീതിയിൽ തന്നെ നമ്മൾ നേരെ തന്നെ വണ്ടി വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ നോക്കേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ ഈ സ്കെയിൽ രീതിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇച്ചിരി മാറി വണ്ടി ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് കിടക്കുന്നത് കുട്ടിക്ക്. അപ്പോൾ വണ്ടി എന്ത് ചെയ്യും, അവിടെ ചെല്ലും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ നോക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സൈഡാണോ ഒരു വാഹനമായിട്ട് നമ്മൾ റിവേഴ്സിൽ പോകുന്നത്, നമുക്ക് ലെഫ്റ്റ് സൈഡ് ആകാം, റൈറ്റ് സൈഡ് ആകാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണെങ്കിലും റൈറ്റ് സൈഡിൽ കൂടെ ആണെങ്കിലും നമ്മൾ ആ സൈഡ് പോകുന്ന സൈഡ് ചേർത്ത് നമ്മൾ സ്കെയിൽ രീതിയിൽ തന്നെ പോകാൻ പഠിക്കുക. എന്നാൽ നമുക്ക് അങ്ങനെ സൈഡ് നോക്കേണ്ട കാര്യം വരുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു സ്കെയിൽ രീതി തന്നെ പുറമോട്ട് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്നിടത്തും നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്കെയിൽ രീതി തന്നെ വരുന്ന കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ കയറിയിട്ടല്ല ഓടിക്കേണ്ടത്. ആ സ്കെയിൽ രീതി തന്നെ വരുവാണെങ്കിൽ കറക്റ്റ് ആ മൂല വരിക, അവിടെ വരുമ്പോൾ ഫുള്ളൊടിയുക. അതേസമയം നമുക്ക് സ്വല്പമെങ്കിലും ഗ്യാപ്പുണ്ട്, ഈ സ്കെയിൽ രീതി തന്നെ സ്വല്പമെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ ഒരു ഗ്യാപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഫുൾ ഓടിക്കുക. സ്വല്പം ആ മൂല ചെന്ന് മുട്ടാതെ സ്വല്പം അകത്തിൽ തന്നെ ഇത്ര ഗ്യാപ്പ് ഇട്ട് തന്നെ ഫുൾ ഓടിക്കുക. എന്നാൽ കറക്റ്റായിട്ട് അങ്ങനെ കയറിപ്പോകും. നമ്മൾ ചേർന്ന് വരുന്ന വണ്ടി അതുപോലെ നമ്മൾ ഓടിച്ചാൽ എന്ത് ചെയ്യും, ചേർന്ന വണ്ടി ഇതുപോലെ തന്നെ അവിടെ എത്തുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യും, ഇവിടെ കയറി മുട്ടിപ്പോകും അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്വല്പം ഗ്യാപ്പ് ഇട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓടിച്ചാൽ തന്നെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ചേർത്ത് തന്നെ ഓടിക്കുക, നമ്മൾ ഇവിടെ തന്നെ ചേർത്ത് തന്നെ ഓടിക്കാൻ ചെയ്യുക. അപ്പം ഒരുപാട് ഇറങ്ങി പോകരുത്, കറക്റ്റ് മൂല. അതായത് നമ്മൾ റിവേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് റിവേഴ്സിലോട്ട് വരുമ്പം നമുക്ക് വീലിൻ്റെ ഫ്രണ്ട് സൈഡ് എവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും അല്ലേ. നമ്മൾ റിവേഴ്സ് പോകുമ്പോൾ വീലിൻ്റെ ഫ്രണ്ട് എവിടെയാണ്, ഇവിടെ ആയിരിക്കും, ഇവിടെ ആകവാ, ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ഈ വീലിൻ്റെ ഫ്രണ്ട് നമ്മൾ ആ ചേർന്ന് വരുന്തോറും ഇങ്ങനെ വന്നു ഇവിടെയാണ് മൂല, ഇവിടെയാണെന്ന് കൂട്ടിക്കും. ഇവിടെ നമ്മൾ ചേർത്ത് വന്നാൽ ഇവിടെ വന്നതിന് ശേഷം ആ വീലിൻ്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഫുള്ള് ഓടിക്കാവൂ. അതേസമയം നമ്മൾ ഗ്യാപ്പിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഗ്യാപ്പിന് ഇവിടെ വന്ന് ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ വണ്ടി കയറി വരുമ്പോഴത്തേന് അങ്ങ് ഗ്യാപ്പായി പോകും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യണം, ഓടിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഓടിഞ്ഞ് വരുത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഇട്ടാൽ ചിലപ്പോൾ അവിടെ നമുക്ക് സൈഡ് ഇല്ലാത്തടവായിരിക്കാം, ചിലപ്പോൾ അവിടെ ഒരു പോസ്റ്റോ എന്തെങ്കിലും ചെറിയ റോഡോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, കഴിവതും നമ്മൾ ഏത് സൈഡ് ചേർത്തെടുക്കുന്നോ ആ സൈഡ് ചേർത്ത് തന്നെ വാഹനം ഓടിക്കാൻ പഠിക്കുക. അപ്പം ഈ ഒരു വീൽ ഇവിടെ കയറി വരിക, അവിടെ വരുമ്പോഴത്തേനും അവിടെ ചേർത്ത് തന്നെ വരുന്നതിനനുസരിച്ച് ചേർത്ത് തന്നെ വന്നിട്ട് അവിടെ എത്രയാണ് ലോക്കാക്കുക, ഫുള്ള് ലോക്കാക്കുക, പുറമോട്ട് എടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് റിവേഴ്സ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മളിപ്പോൾ ചേർത്ത് വരുവാണ് കേട്ടോ. ഇപ്പോൾ ചേർത്ത് വന്നതിന് ശേഷമാണ് നിങ്ങൾ നോക്കി ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ ചേർന്ന് വന്ന് നമ്മുടെ വീലിനോട് ആയില്ല, നമുക്ക് ഇത്രയും വരിക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും, ഇങ്ങോട്ട് കയറിപ്പോവും. ഇത് കണ്ടോ, ഇതാണ് വീലിൻ്റെ കറക്റ്റായിട്ട് വരിക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വന്നതിന് എന്തിനു ശേഷം എന്ത് ചെയ്തു, നമ്മളെ ചേർന്ന് തന്നെ വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിയറിംഗ് ഫുള്ള് ലോക്കാക്കി, കണ്ടോ, ഫുള്ള് ലോക്കായി, റൈറ്റോട്ട് ഫുള്ള് ലോക്കായി. ഇപ്പോൾ നമ്മൾ പുറമോട്ട് എടുക്കുക, ഇങ്ങനെ കയറി അങ്ങ് പോകും. ഇങ്ങനെ കയറിപ്പോയ വണ്ടി നമ്മൾ ഈ ഒരു എച്ചിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ ഒരു കണ്ണത്തിനകത്ത് കയറുന്നിടം വരെ നമ്മൾ ഇങ്ങനെ തന്നെ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തന്നെ ഓടിച്ചു വെക്കുക. ഇതിനകത്ത് കയറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഗ്ലാസ് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു മൂലയ്ക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറി ഈ ഫുൾ ഒടിഞ്ഞ് കിടക്കുകയാണ് വണ്ടി. ഇനി നമ്മൾ ഫുൾ ഒടിഞ്ഞ വരുന്ന വണ്ടി നമ്മൾ ആ ഗ്ലാസ് നോക്കി അങ്ങോട്ടാക്കുക, അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങോട്ട് കയറി പോകുന്നതിനനുസരിച്ച് ഇതാകണ്ട.
കയറി ഈ കണ്ണത്തിനകത്ത് വന്ന് എച്ചിൻ്റെ ഈ കണ്ണത്തിനകത്ത് വന്നതിന് ശേഷം ഇങ്ങനെ കയറി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ നൂർത്ത് വിടാവൂ. നൂർത്ത് വിട്ടു, നേരെ പുറമോട്ട് പോകുന്നു. അപ്പം നമ്മൾ എത്രയാണ് നൂർത്ത് അത്ര നൂർക്കുന്നതിനനുസരിച്ച് മാത്രം പുറമോട്ട് പോകും. നിങ്ങൾ കേട്ടോ, നേരെ നമ്മൾ അത്ര നൂർത്ത് വിട്ടു അത്ര തന്നെയാണ് നേരെ വണ്ടി പുറമോട്ട് പോകുന്നത്. ഇങ്ങനെയാണ് ഒരു വണ്ടി പുറമോട്ട് എടുക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ ഏത് സൈഡാണോ നോക്കി എടുക്കുന്നത് ആ സൈഡ് തന്നെ നോക്കി വാഹനം എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. അപ്പം നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.